ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം, നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണണേ. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ നമ്മുടെ ശ്രുതി ആകെ പുലിവാലി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണല്ലോ. അങ്ങനെ ശ്രുതിക്ക് എങ്ങനെയെങ്കിലും 2 ലക്ഷം രൂപ കിട്ടിയേ പറ്റൂ. 2 ലക്ഷം രൂപ കിട്ടിയില്ല എങ്കിൽ നമ്മുടെ നവീനെ എവിടെ കൊണ്ടുവിടും? നമ്മുടെ ചന്ദ്രോദയത്തിൽ കൊണ്ടുവിടും. അവിടെ കൊണ്ടുപോയി ഡെഡ് ബോഡി കൊണ്ട് അവിടെ വെക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആകെപ്പാടെ ഞെട്ടി വിറച്ച് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി നേരെ ചന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ചന്ദ്രയുടെ അടുത്തേക്കല്ല, ഭാമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഭാമയുടെ അടുത്ത് ചെല്ലുമ്പോൾ ചന്ദ്ര അവിടെയുണ്ട്. ആ കാര്യം നമ്മുടെ ശ്രുതിക്ക് അറിയാം. ഏതായാലും അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് പിന്നെ സോപ്പിംഗ് ആണ് കേട്ടോ. സോപ്പിട്ട് പതപ്പിക്കുകയാണ് നമ്മുടെ ചന്ദ്രനെ. ഏതായാലും ചന്ദ്ര സോപ്പിൽ നന്നായിട്ട് വീഴൂലോ. അങ്ങനെ അവിടെ ആ ഒരു 2 ലക്ഷം രൂപ ഇരിപ്പുണ്ടല്ലോ. നമ്മുടെ ചന്ദ്രയ്ക്ക് കിട്ടിയ 2 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. അപ്പോൾ ഈ സീൻ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്കിന്ന് രാവിലെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ സീൻ വരെ എത്തിയിരുന്നില്ല. ഇപ്പം ഞാൻ ഈ സീൻ ഒത്തിരി വിശദീകരിച്ച് പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ബോറാകും. അതുകൊണ്ട് ഒത്തിരി വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ശ്രുതി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? നമ്മുടെ ശ്രുതി എത്തിക്കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പരകി അവിടെ എല്ലാവരുമൊക്കെ ആയിട്ട്, അതായത് ഭാമയോടും ചന്ദ്രയോടും സംസാരിച്ചിട്ട് ആ ഒരു റൂമിനകത്തേക്ക് കയറുകയാണ്. അതായത് നമ്മുടെ ചന്ദ്രനെ കുറേ പൊക്കി, ഭാമേനെ കുറേ പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചന്ദ്രൻ നിലത്തൊന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മായാലോകത്ത് നിൽക്കുന്ന ചന്ദ്രനെയും ഭാമേനെയും പറ്റിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതി നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. പോയി ആ 2 ലക്ഷം രൂപ കൈക്കലാക്കുകയാണ്. അങ്ങനെ 2 ലക്ഷം രൂപ കൈക്കലാക്കിയതും പോരാഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രനെ അവിടെ നിർത്തി വീണ്ടും ഇങ്ങനെ സുഖിപ്പിക്കുക. നമ്മുടെ ചന്ദ്രനെക്കുറിച്ച് കുറേ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ്, എനിക്ക് അമ്മയില്ലെങ്കിൽ എന്താ പ്രശ്നം, എനിക്ക് ഇപ്പം ഒരമ്മയില്ലേ, എനിക്ക് അമ്മയില്ലെങ്കിലും ആ ഒരു ഇത് നികത്താനായിട്ട് ദൈവം കൊണ്ട് തന്നതാണ് എനിക്ക് ഈ അമ്മേനെ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ അമ്മേനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രനെ അങ്ങ് ഭയങ്കരമായിട്ട് പൊക്കിയിട്ട് നിലത്തിടാനാണ് കേട്ടോ നമ്മുടെ ശ്രുതിയുടെ പരിപാടി. ഏതായാലും ശ്രുതി ആ സമയത്ത് അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി വിട്ടടിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംശയം തോന്നൂലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ശ്രുതി ചന്ദ്രനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നുള്ളൂ. അതായത് കുറേ നേരം ചന്ദ്രയുടെ അടുത്ത് നിന്ന് സംസാരിച്ചിട്ട് പെട്ടെന്നൊന്നും പോകാതെ പതുക്കെ, അതായത് അവരുടെ കൺമുമ്പിൽ എപ്പോഴും ശ്രുതി ഉണ്ട് എന്ന് അറിയിക്കണമല്ലോ. ശ്രുതി അങ്ങോട്ട് മാറി ഒരു ഫോൺ വിളിച്ചുകൊണ്ട് അങ്ങ് പോയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ആ റൂമിൽ കയറിയതും ആ പൈസ എടുത്തുന്നു. അപ്പോൾ അതൊന്നും അറിയിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്നും അറിയിക്കാതെ, ആരെയും ഒന്നും അറിയിക്കാതെ അവിടെ തന്നെ താനുണ്ട്, താൻ അവിടെ ആ ഒരു പരിസരത്ത് തന്നെ ഉണ്ട്, താൻ വേറെ എങ്ങോട്ടേക്കും പോയിട്ടില്ല, കൺമുമ്പിൽ തന്നെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ചന്ദ്രനെ കൂട്ടിക്കൊണ്ട് തന്നെയാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, അവിടെ വേറെ ഒന്നും ദുരൂഹതയായിട്ടൊന്നും പറയാനില്ലല്ലോ. പഠിച്ച കള്ളിയാണ് കേട്ടോ, പഠിച്ച കളി. കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ, അത് നന്നായിട്ട് നമ്മുടെ ശ്രുതിക്ക് അറിയാം. അതുകൊണ്ടാണല്ലോ ഈ 1 വർഷം ആകാൻ പോവുമായിട്ടും ഇതുവരെ കള്ളത്തരങ്ങളൊന്നും പൊളിയാതെ അതെല്ലാം നല്ല ലെവലിന് കൊണ്ടുപോകുന്നത്. അപ്പം ആ ഒരു സീനാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചി വർഷേനെ രേവതിനെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോയിക്കാണല്ലോ, ഒരു സാരിയൊക്കെ എടുക്കാനായിട്ട്. പരസ്യത്തിൽ അഭിനയിക്കണ്ടേ, പരസ്യം മാർക്കറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഒരു വെബ്സൈറ്റൊക്കെ തുടങ്ങണം, വെബ്സൈറ്റൊക്കെ തുടങ്ങി കൊടുക്കുക. ഇപ്പോൾ വെബ്സൈറ്റാണ് ഇപ്പം മുന്നിൽ നിൽക്കുന്നത്, ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡിങ് വെബ്സൈറ്റാണ് എന്ന് ശ്രുതിയൊക്കെ പറഞ്ഞതുകൊണ്ട് അതിനകത്ത് പരസ്യം കൊടുക്കാനായിട്ട് നമ്മുടെ രേവതിനെ ഒരുക്കാനായിട്ട് ഡ്രസ്സൊക്കെ എടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നു. അങ്ങനെ നമ്മുടെ വർഷ നിൽക്കുമ്പോഴത്തേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, എന്തിയെ അവളെ കാണുന്നില്ലല്ലോ, രേവതി എന്തിയെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ വർഷ പറയുക, വെയിറ്റ് ചെയ്യുക, ഇപ്പം രേവതി ചേച്ചി വരുന്നത്. ഏതായാലും രേവതിനെ നല്ല അടിപൊളിയായി ഒരുക്കി, നല്ല വൃത്തിക്കും മെനയ്ക്കും ഒരുക്കി സൂപ്പറായിട്ട് നമ്മുടെ രേവതി വരുമ്പോഴത്തേക്കും സച്ചി തന്നെ വണ്ടടിച്ച് നിൽക്കുക. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ വന്നില്ല. ഏതായാലും അത് നാളത്തെ എപ്പിസോഡിലാണ് വരുന്നത്. കാരണം ഞാൻ പറയുന്നത് കുറച്ച് ഫ്രണ്ടിലും കഥ പോകുന്നത് കുറച്ച് ബാക്കിലുമാണ്. കാരണം ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നു, കഥ പതുക്കെ എഴഞ്ഞെഴഞ്ഞേ വരുന്നുള്ളൂ. അതായത് 1 എപ്പിസോഡിൽ ഒരു 2, 3, 4 സീനാണെങ്കിൽ അവരൊരു 2 സീന് വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഫ്രണ്ടിലും കഥ ബാക്കിലും കിടക്കുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞത് തുടർന്ന് തന്നെ അങ്ങ് പറയാം. ഏതായാലും അങ്ങനെ നമ്മുടെ സച്ചി ഇത് കണ്ടിട്ട് അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുകയാണ്. ഇതെന്തൊരു സൗന്ദര്യമോ, ദൈവമേ, ദേവത ഇറങ്ങി വന്നതോ, രേവതി ഇങ്ങ് വന്നേ, നമുക്ക് 2 ഫോട്ടോ എടുക്കാം, വർഷേ ഞങ്ങളൊരു ഫോട്ടോ എടുത്തേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഫോട്ടോയൊക്കെ എടുപ്പിക്കുന്നു. അങ്ങനെ രേവതിനെ ചേർത്ത് പിടിക്കുന്നു. രേവതിയോട് നമ്മുടെ വർഷ പറയാണ്, കുറച്ചും കൂടെ ചേർന്ന് നിൽക്കി രേവതി ചേച്ചി എന്ന് പറഞ്ഞിട്ട് രേവതിനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുകയൊക്കെ ചെയ്യാണ്.
അപ്പം രേവതിനെ കൊണ്ടല്ല, വർഷേനെ കൊണ്ട്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യേ, രേവതി ചേച്ചി തന്നെ പരസ്യം പറയണം, രേവതി ചേച്ചി തന്നെ ഇത് പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പോൾ രേവതിക്ക് ആദ്യം മടിച്ചു, ഞാൻ എങ്ങനെയാണ് പറയുന്നത് പറഞ്ഞ്, രേവതി ചേച്ചി നടന്നിങ്ങനെ വരണം, അത് ഞാൻ കാണിച്ചു തരാം. ഈ ഫാഷൻ ഷോയിലൊക്കെ നടക്കുന്നില്ല, അപ്പോൾ അതുപോലെയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷ ഫാഷൻ ഷോയിലൊക്കെ നടക്കുന്നവരെ നടന്നൊക്കെ കാണിക്കും. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അയ്യോ എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല എൻ്റെ പൊന്നു, പക്ഷേ എനിക്കിങ്ങനെ ഒന്നും നടക്കാൻ അറിയത്തില്ല. നമ്മൾ സച്ചി പറയുന്നുണ്ട്, ശ്രമിക്കുക, നിന്നെക്കൊണ്ട് പറ്റും രേവതി, ശ്രമിക്കുക, നിന്നെക്കൊണ്ടാണോ പറ്റാത്തത്, നിന്നെക്കൊണ്ട് ഇത്രയും പറ്റുമെങ്കിൽ ബാക്കി നിന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും സച്ചിയുടെ ഒരു പ്രോത്സാഹനം മൂലം നമ്മുടെ രേവതി ഇങ്ങനെ നടന്ന് വരികയാണ്. ഒരു ഫാഷൻ ഷോയിൽ നടക്കുന്ന പോലെ തന്നെ കാലൊക്കെ രണ്ടും മുന്നോട്ടെടുത്ത് വെച്ച് അടിപൊളിയായിട്ട് മറ്റേ മുന്താടിയൊക്കെ പിടിച്ച് കറക്കൊക്കെ കറക്കി വന്ന് നിന്നിട്ട് ആ ഒരു കല്യാണ മണ്ഡപത്തിൻ്റെ ആട് ചെയ്യുകയാണ് കേട്ടോ. അതും നല്ല തൃപ്തികരമായിട്ടാണ് അത് ചെയ്യുന്നത്. കേട്ടിരിക്കുന്നവർക്ക് പെട്ടെന്നൊരു അട്രാക്ഷൻ ഉണ്ടാകുന്ന രീതിയിൽ നമ്മുടെ രേവതി അത് വളരെ നല്ല രീതിയിൽ നല്ലപോലെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഏതായാലും ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വർഷയും സച്ചിയൊക്കെ കൈകൊട്ടിയിട്ട് ഇത് കലക്കും, അത് ഉറപ്പാണ്. ഏതായാലും വെബ്സൈറ്റ് ഞാൻ ഇന്ന് തന്നെ തുടങ്ങും. നോക്കിക്കോ രേവതി ചേച്ചി, വെച്ചടി കയറ്റമായിരിക്കും, അത് ഉറപ്പായ കാര്യമാണ്. പ്രത്യേകിച്ചൊരു ലേഡി സൂപ്പർ സ്റ്റാർ അല്ലേ രേവതി ചേച്ചി, അപ്പോൾ ലേഡീസ് തുടങ്ങുമ്പം ഇതിന് പ്രത്യേകിച്ചൊരു ആകർഷണം കാണും, അത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് വെച്ചടി കയറും എന്നൊക്കെ നമ്മുടെ വർഷ പറയുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷമായി രേവതിക്ക്. അല്ലെങ്കിൽ ഒരാളിങ്ങനെ നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഒരു പ്രോത്സാഹനം തരുമ്പോഴത്തേക്കും നമുക്കത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ആ ഒരു ധ്വര കൂടുമല്ലോ. അപ്പോൾ നമ്മുടെ രേവതിക്കും ആ ഒരു ധ്വര വന്നിട്ടുണ്ട്, ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. പിന്നെ രേവതി കൈവച്ച എല്ലാം പൊന്ന് തന്നെയാണ്. രേവതി മറ്റേ സച്ചിക്ക് വണ്ടി എടുത്തു കൊടുത്തു, അത് നല്ല രീതിയിൽ പോകുന്നു. രണ്ടാമത്തെ വണ്ടി എടുത്തു കൊടുത്തു, അത് നല്ല രീതിയിൽ പോകുന്നു. അതുപോലെ രേവതി ആദ്യം പൂക്കട തുടങ്ങി, അതും നല്ല രീതിയിൽ പോയി. ഇപ്പം ഇടയ്ക്കൊന്ന് ഫ്ലോപ്പൊക്കെ ആയെങ്കിലും ഇപ്പം നല്ല രീതിയിൽ പൂക്കച്ചവടം നല്ലപോലെ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കല്യാണ മണ്ഡപത്തിൻ്റെ ആ പരിപാടിയും കൂടെ അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോകണം. അപ്പോൾ ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതി ആ ഒരു പൈസ എടുത്തല്ലോ, ശ്രുതി പൈസ എടുത്തിട്ട് ശ്രുതി മീരയും കൂടെ നേരെ കൊണ്ടുപോയി നവീൻ്റെ അടുത്തേക്ക് കൊടുക്കുകയാണ്. ഇന്ന് ആ 2 ലക്ഷം രൂപ ദയവ് ചെയ്ത് നവീൻ്റെ അടുത്തല്ല, സോറി ആൻ്റണി അടുത്ത്, ദയവ് ചെയ്ത് എൻ്റെ പൊന്ന ആൻ്റണി, ഇനി ഇതിൻ്റെ പേരിൽ ഞങ്ങളെ ശല്യം ചെയ്യരുത്. 2 ലക്ഷം രൂപ തന്നിട്ടുണ്ട്, അവനെ എങ്ങോട്ടാന്ന് വെച്ചാൽ നാട് കടത്തിക്കോ, എവിടെയാന്ന് വെച്ചാൽ കൊണ്ട് ചികിത്സിപ്പിച്ചോ, ദയവ് ചെയ്ത് ഞങ്ങളെ ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും 2 ലക്ഷം രൂപ ഇത്ര പെട്ടെന്ന് ഒപ്പിക്കുന്നു ഞാൻ വിചാരിച്ചില്ല ശ്രുതി, എന്ത് ചെയ്യാനാ, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ അവനെ അടിച്ച് ഒരു പഴുതിയാക്കി ഇട്ടത്, അപ്പം പിന്നെ നിങ്ങളല്ലാതെ പിന്നെ വേറെ ആരാ ഇത് ചെയ്യേണ്ടത്, അപ്പം അതുകൊണ്ടാന്നേ. ഏതായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ പൈസ അങ്ങ് എടുക്കുകയാണ്, നീ ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇനിയിപ്പം നവീൻ നിന്നെ ശല്യം ചെയ്യാനൊന്നും വരത്തില്ല, നീ സേഫാണ് എന്നൊക്കെ പറയാം. ഏതായാലും പൈസയൊക്കെ കൊണ്ടു കൊടുത്തു. നമ്മുടെ ശ്രുതി രക്ഷപ്പെട്ടു, തൽക്കാലം രക്ഷപ്പെട്ടു. ഏതായാലും ശ്രുതിയും മീരയും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നവീനും ആൻ്റണിയും കൂടെ കൈയൊക്കെ ചേർത്ത് പിടിച്ച് ഒരു അടി അടിച്ചിട്ട് 1 ലക്ഷം എനിക്ക്, 1 ലക്ഷം നിനക്ക്, അങ്ങനെ അവരുടെ ആ ഒരു ഡീലൊക്കെ ഉറപ്പിച്ചിട്ട് അവരവിടെ നിന്ന് പിരിയാണ് കേട്ടോ. ഏതായാലും ഇനിയും നമ്മുടെ നവീൻ ദാസ് നമ്മുടെ ശ്രുതിനെ ശല്യം ചെയ്യും, അത് ഉറപ്പായ കാര്യമാണ്. പൈസ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് മേടിക്കാനുള്ള ആ ഒരു ഇത് കൂടൂല, അപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് കൊണ്ട് നവീൻ ദാസ് ഉറപ്പായിട്ടും ഇനിയും ശല്യം ചെയ്യും. ഏതായാലും ശ്രുതി, എൻ്റെ പൊന്നു മീരെ രക്ഷപ്പെട്ടല്ലോ, ഞാൻ ഇനിയിപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ശ്വാസം ഇപ്പോഴാണ് നേരെ വീണെന്ന് വെച്ചപ്പോൾ നിനക്ക് എവിടെ നിന്നാണ് ഈ പൈസ കിട്ടിയത് എൻ്റെ ശ്രുതി എന്നൊക്കെ ചോദിക്കുമ്പം അത് പിന്നെ വേറെ ഒന്നുമല്ല, ഇനി ഒരു ചെറിയൊരു കള്ളത്തരം കാണിക്കേണ്ടി വന്നെന്ന് പറയുമ്പോൾ ചെറിയ കള്ളത്തരം, എൻ്റെ പൊന്നു ശ്രുതി നീ വലിയ കള്ളത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത്, നിനക്ക് എന്ത് ചെറിയ കള്ളത്തരം, അത് പിന്നെ വേറെ ഒന്നും അല്ലടി, നമ്മുടെ ശരത്തില്ലേ അവനെ എൻ്റെ ആൻറ്റി കേസിൽ നിന്ന് പിൻവലിച്ചില്ലേ, അതെങ്ങനെയാണെന്നറിയാമോ, ശരത്തിൻ്റെ വക്കീൽ ഒരു 2 ലക്ഷം രൂപ ആൻറ്റിക്ക് കൊടുത്തു. ആ പൈസ ആൻറ്റി ഭാമി ആൻറ്റീൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു. ഞാൻ അവിടെ ചെന്ന് പൈസ നൈസായിട്ട് അങ്ങ് പൊക്കി. ഇത് കേട്ടത് മീര, എന്ത് പരിപാടിയാടി നീ കാണിച്ചതോ, അതൊക്കെ ചെയ്ത് വളരെ മോശമായി പോയില്ലേ. എന്ത് മോശം, ഇപ്പം എനിക്ക് തൽക്കാലം പിടിച്ച് നിൽക്കണമെങ്കിൽ 2 ലക്ഷം രൂപ വേണം, നിനക്ക് തരാൻ പറ്റൂ ഇല്ലല്ലോ, അപ്പം പിന്നെ മോഷണമെങ്കിൽ മോഷണം, അതെങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ തിരിച്ചു കൊണ്ട് വെച്ചോളാം, ഇനിയിപ്പം ഞാനാ എടുത്തതെന്നൊന്നും ഒരിക്കലും അവർക്ക് തോന്നത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വല്ലതും പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഏതായാലും ഇത്രയും കള്ളത്തരം കാണിച്ചിട്ട് പിടിച്ചില്ലല്ലോ, ഇനി ഇങ്ങോട്ട് പിടിക്കാൻ പോകുന്നില്ല, നീ പേടിക്കണ്ട, ഏതായാലും അത് പിടിക്കത്തില്ല, ഈശ്വരൻ എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് ഈ ജീവിതം എങ്ങനെയും മുന്നോട്ടേക്ക് കൊണ്ടുപോയാലല്ലേ പറ്റത്തുള്ളൂ. ഏതായാലും ശല്യങ്ങളെല്ലാം ഒഴിവാക്കണം, എങ്കിലേ എനിക്ക് എൻ്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്ന്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ മീര പറയുന്നുണ്ട്, എടി പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ, അത് നീ ഓർത്തോണം, എന്നെങ്കിലും ഇത്
നോക്കിക്കോ ഫ്ലോപ്പാകും. അന്ന് നിന്റെ കഷ്ടകാല. സത്യങ്ങളൊക്കെ സുധി അറിഞ്ഞാൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പം അയ്യോ സുധി ഇപ്പം സത്യങ്ങളൊന്നും അറിയണ്ട, ഞാൻ ഒന്ന് പ്രഗ്നൻ്റ് ഒക്കെ ആയിക്കോട്ടെ, എന്നിട്ട് നീ എന്തേ പ്രഗ്നൻ്റ് ആകാത്തെ? അത് പിന്നെ അതിനുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോഴേ രേവതി പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടതും രേവതി ആ ഹോസ്പിറ്റലുമായിട്ട് ഇപ്പം ആ ഹോസ്പിറ്റലിലാണ് ആ ദേവു എന്ന് പറയുന്ന ആ പെണ്ണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് ഡിലേ ആയി പോയത്. എങ്ങനെയെങ്കിലും എനിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എൻ്റെ ജീവിതം, അടുത്ത ഹോസ്പിറ്റലിൽ പിടിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞു. ഈ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്ര നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. ചന്ദ്രയും ശ്രുതിയും കൂടെ ഒരുമിച്ചാട്ടോ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. ഏതായാലും നമ്മുടെ ചന്ദ്രയും ശ്രുതിയും ഒരുമിച്ച് വരുമ്പോഴത്തേക്കും അവിടെ ഫാഷൻ പരേഡ് പോലെ ഇത് നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ രേവതിയുടെ ആ ഒരു വാക്ക് നടന്നുകൊണ്ടിരിക്കുക. രേവതി ഇങ്ങനെ പരസ്യത്തിലൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്നത് പോലെ ഇങ്ങനെ സാരിയൊക്കെ ഇട്ട് കാണിക്കുന്നു, മുടിയൊക്കെ നല്ല പ്രത്യേക രീതിയിൽ. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ രേവതി സച്ചിയും കൂടെ, അതായത് രേവതി ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ തലയിൽ കൂടെ തുണി ഇട്ട് നിൽക്കുമ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ രേവതിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നൊരു ആ ഒരു രീതി. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഇവർ വന്നത് നമ്മുടെ സച്ചി ഏതോ ഒരു പെണ്ണിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക. പെട്ടെന്ന് പുറകിൽ നിന്ന് കാണുമ്പോൾ രേവതിയാണെന്ന് തോന്നത്തില്ല. രേവതി ഇത്ര അടിഞ്ഞൊരുങ്ങി നടക്കാറില്ലല്ലോ. അതും കൊണ്ട് ദൈവമേ ചന്ദ്ര വന്നതും ശ്രുതിയും വന്നു, അമ്മേ ഏതോ ഒരു പെണ്ണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ശരിയാണല്ലോ, ദൈവമേ സച്ചി ഏതോ പെണ്ണിനെ കയറി പിടിക്കുന്നു. ഇവനിതെന്താ, ഇവൻ ഏത് പെണ്ണിനെ വീട്ടിൻ്റെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു? ഇവന് കള്ളുകൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, തല്ലും കള്ളുകൂടി ഉണ്ടായിരുന്നു. ഇപ്പം ഇവൻ പെണ്ണ് പിടിക്കാനും തുടങ്ങി. എൻ്റെ ദൈവമേ, രേവതി ഇവിടെ ആരുമില്ലേ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ രേവതി വിളി കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ സച്ചി ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞപ്പോഴത്തേക്കും ചോദിച്ചപ്പോഴത്തേക്കും ഇതാരാടാ, സത്യം പറയടാ, ഇതാരാന്നാ ചോദിച്ചത്? ഈ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി നടത്താൻ നിനക്ക് നാണമില്ലേടാ വൃത്തികെട്ടവനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് ചെന്നില്ലേ. സച്ചി വിട്ടുകൊടുത്തില്ല. സച്ചി പറഞ്ഞു അത് പിന്നെ അമ്മേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിനെ ഒന്നും കൂടെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചപ്പോഴത്തേക്ക് അയ്യേ നിനക്ക് നാണമില്ലേ, അവളെന്തേ? എടാ സ്വന്തം ഭാര്യനെ വെച്ചോണ്ടാണോടാ നീ വേറൊരു പെണ്ണിനെ പിടിക്കാൻ നടക്കുന്നത്? നാണം കെട്ടവനെ സ്വന്തം വീട്ടിൽ കയറ്റുന്നോടാ വേറെ പെണ്ണിനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് തുടങ്ങി. ശ്രുതിയും അല്ല നമ്മുടെ വർഷയും ശ്രീകാന്തോടെ നിപ്പുണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ ഭയങ്കര ചിരിയാണ് കേട്ടോ. ഭയങ്കര ചിരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിരി. ഇവർക്ക് കാര്യം പിടികിട്ടിയില്ല. ഇവർക്കറിയാമല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി ആ ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്നതെന്ന്. ഏതായാലും രേവതിക്ക് സോറി കേട്ടോ, രേവതിക്ക് കാര്യം പിടികിട്ടിയപ്പോൾ രേവതി ഇങ്ങനെ മറഞ്ഞു തന്നെ നിൽക്കുകയാണ്. കുറച്ച് നേരം ചന്ദ്രനെയും ശ്രുതിനെയും അങ്ങ് വട്ട് കളിപ്പിക്കാമെന്ന് വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി വന്നിട്ട് എൻ്റെ ദൈവമേ ഈ വൃത്തികെട്ടവൻ പെണ്ണ് പിടിക്കാനും തുടങ്ങിയില്ലോ, ഞാനൊരു പെണ്ണിൻ്റെ കൂടെ പോയെന്ന് പറഞ്ഞു. ഇവൻ എന്തായിരുന്നു? എടാ ഞാൻ കല്യാണത്തിന് മുമ്പാടാ പ്രേമിച്ചിട്ടുള്ളത്, കല്യാണം കഴിഞ്ഞ് എൻ്റെ ഭാര്യനെ വെച്ചുകൊണ്ട് പ്രേമിച്ചിട്ടില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയും കൂടെ അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ. ഏതായാലും അത് നമ്മുടെ രേവതിയാണെന്ന് മനസ്സിലായിട്ടില്ല നമ്മുടെ ചന്ദ്രയ്ക്ക്. ഏതായാലും രേവതി തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ചന്ദ്ര നീയോ, നിന്റെ മുടി എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും കാര്യം ഇങ്ങനെ പറഞ്ഞു. കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ചുമ്മാ മനുഷ്യനെ വട്ട് കളിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയേക്കാണല്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഈ സമയത്ത് നമ്മുടെ രേവതിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ചന്ദ്രനെ. കാരണം നമ്മുടെ രേവതിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെയാണല്ലോ നമ്മുടെ സച്ചി വേറൊരു പെണ്ണിനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ പ്രതികരിക്കുന്നത് ചന്ദ്ര. അപ്പം തന്നെ സേഫ് ആക്കുകയാണല്ലോ, രേവതിനെ സേഫ് ആക്കുകയാണല്ലോ ചന്ദ്ര ചെയ്തത്. അപ്പം ചന്ദ്രയോട് പറയുന്നുണ്ട് കേട്ടോ, അമ്മേ നന്ദിയുണ്ട് കേട്ടോ, അമ്മയ്ക്ക് എന്നോട് ഈ ഒരു രീതിയിലെങ്കിലും അമ്മയുടെ മനസ്സിൽ എന്നോടൊരു കരുതലുണ്ടല്ലോ, ഇതെനിക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് പ്രമോ വിശേഷമുണ്ടോ, നാളത്തെ ഫുൾ വിശേഷം രാവിലെ നമ്മൾ ഇന്ന് വിടുന്നുണ്ട്, വിത്ത് ഡയലോഗ് സഹിതം വിടുന്നുണ്ട്. അപ്പോൾ രാവിലെ നമ്മളെന്നും ഫുൾ വിശേഷമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ഒരു 7:30 കൂടി നമ്മളെന്നും 7:30 അല്ല 7 മണിയോടുകൂടി എന്നും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു 7:45 കൂടി നമ്മുടെ അലീനയുടെ കഥയും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ 10:30 നയനയുടെയും ആദർശിൻ്റെയും കഥ നമ്മളൊരു 8 മണിയോടുകൂടി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഈ ചാനലിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നാൾ അത് ചെയ്യാതിരിക്കുമായിരുന്നു, പക്ഷേ ഇപ്പം നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് എല്ലാവരും വീഡിയോ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കണം. പുതിയ ഓപ്ഷൻ ഉണ്ട്, എല്ലാവരുടെയും ഫോണിൽ വന്നോന്ന് അറിയില്ല ഹൈപ്പ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഹൈപ്പും കൂടെ ചെയ്യണം കേട്ടോ. നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ ആ ഒരു സൈഡിൽ തന്നെയാണ് നമുക്കിപ്പോൾ ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ മാക്സിമം എല്ലാവരും നമുക്കൊന്ന് ഹൈപ്പും കൂടെ തരാൻ ശ്രമിക്കണം. ലൈക്ക് പോലെ തന്നെ വിലപ്പെട്ടതാണ് ഈ ഹൈപ്പും. ഇതൊക്കെ നമ്മുടെ യൂട്യൂബ് നമ്മളെ റെക്കമെൻഡേഷൻ ലിസ്റ്റിലേക്ക് കയറ്റി വിടുകയും കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടാനും കൂടുതൽ ഷെയർ പോകാനൊക്കെ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാനൊക്കെ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അറിയാം നിങ്ങൾക്ക് ചെറിയ രീതിയിൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എപ്പോഴും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ നമ്മുടെ ഒരു പ്രൊഫഷണൽ ഇതാണല്ലോ, അപ്പം നമുക്കത് പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പോൾ ടാറ്റ ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.